റവയും കൊണ്ട് വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന നല്ല അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയെടുക്കാവേ. അതിനായിട്ട് ഒരു അരക്കപ്പ് റവ എടുത്ത് നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി തിളപ്പിച്ച് ഇതേപോലെ ശരിക്കും ഒന്നുകൂടെ വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി കഴിയുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതുപോലെ ശരിക്കും ഒന്നുകൂടെ കുഴച്ചെടുക്കുക. ഇനി അതിൽ നിന്ന് പകുതി മാവെടുത്ത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകയിൽ വെച്ച് നല്ലോണം തന്നെ ഇതേപോലെ പരത്തിയെടുത്ത് നല്ല കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കനമൊന്നും വേണ്ട, തീരെ കനം കുറയ്ക്കാൻ വേണ്ട. ഈ ഒരു വലിപ്പത്തിൽ ഒരു പ്ലേറ്റ് നിറയെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു കപ്പ് വെള്ളവും ഒരു ഏലയ്ക്കും ഒരു 1/4 കപ്പ് പഞ്ചസാരയും തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് മുഴുവൻ ഇതേപോലെ 2 വശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് ഒരു 2-3 മിനിറ്റ് സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.